എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ NS 200ഉം 2024 മോഡൽ തന്നെ NS 160 നമ്മളുടെ മേജർ ഡിഫറൻസസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഏകദേശം 21ഓളം ചേഞ്ചസ് ആണ് ഈ രണ്ട് മോഡലിലായിട്ട് ടോട്ടൽ വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ള് മാറി കിട്ടിയിട്ടുണ്ട്. ഫുള്ള് USD അപ്സൈഡ് ഡൗൺ ഫോർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് രണ്ട് മോഡലിൻ്റെയും ഫുൾ LED ഹെഡ്ലൈറ്റ്സും LED DRLസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ, ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോൾ നമുക്ക് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് രണ്ട് വണ്ടിയിലും ഡ്യുവൽ ചാനൽ ABS ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് വണ്ടിയുടെയും ഓവറോൾ പവർ ടു വെയിറ്റ് റേഷ്യോ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് വാഹനത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി പവർ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബാക്ക് ടയേഴ്സ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. ഞാൻ ഓരോ വണ്ടിയായിട്ട് പറഞ്ഞുതരാം. രണ്ട് വണ്ടിയുടെയും എന്താ പറയുക ഹെഡ്ലൈറ്റ് ചേഞ്ച് ആയിരുന്നു. ഹെഡ്ലൈറ്റ് പോർഷൻ, അതായത് സൺവൈസർ കുറച്ചുകൂടി സ്മോക്കി ആയിട്ടുണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഒരു എന്താ പറയുക ഇടിമിന്നലിൻ്റെ ഷേപ്പിലുള്ള രണ്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് രണ്ട് വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് LED ലൈറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ്സ് ചേഞ്ച് ആയിരുന്നു. ഹെഡ്ലൈറ്റ്സ് സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് രണ്ട് ഡിമ്മ് ബ്രൈറ്റിന് നമുക്ക് സെപ്പറേറ്റ് ബൾബുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് എടുത്ത് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഷോക്കപ്പ് ഫുൾ അങ്ങ് മാറ്റിയിട്ട് USD അപ്സൈഡ് ഡൗൺ ഫോക്ക് നമുക്ക് ലഭിക്കുകയാണ്. അത് ഏകദേശം 150 mm ട്രാവൽ ഡിസ്റ്റൻസ് രണ്ട് വണ്ടിക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കേരളത്തിലെ മോശപ്പെട്ട റോഡിൽ കൂടെ നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് പോയാൽ തന്നെയും വണ്ടി ചാടിയാലും വലിയ വിഷയം ഉണ്ടാവില്ല. കാരണം ആ ഷോക്കിൻ്റെ ഡിസ്റ്റൻസ് അത്രയും കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാൻ നല്ല ഈസി ആയിട്ട് വണ്ടിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. രണ്ട് വണ്ടിയുടെയും ഫ്രണ്ട് വീല് സെയിം ആണ്. 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡായിട്ട് രണ്ട് മോഡലും വരുന്നുണ്ട്. 300 mm ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഗരിമ ബ്രാൻഡിൻ്റെ ഡിസ്ക് കാലിപ്പർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലുക്ക് പറയുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കും മഡ് ഗാർഡ് സെയിം ടു സെയിം ആണ്. കാർബൺ ഫൈബർ ഫിനിഷിംഗ് വന്നുള്ള ഒരു അടിപൊളി മഡ് ഗാർഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ വലിപ്പം, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ്, വീൽ ബേസ്, വെയിറ്റ്, ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, നിസ്സാരം. ഇപ്പോൾ വെയിറ്റ് 160 ഒരു 2 കിലോ കുറവാണ്. അതുപോലെ തന്നെ ഓവറോൾ ഡിസ്റ്റൻസിൽ ചെറിയ MM ഡിഫറൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും 160 ഒരു 3 mm കൂടുതലുണ്ട്. അത്രയും വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാത്തത്. പിന്നെ രണ്ട് മോഡലിലെയും സ്വിച്ചസ് എല്ലാം തന്നെ അപ്പാടെ മാറിയിട്ടുണ്ട്. ഫുൾ ഡിജിറ്റൽ കൺസോൾ മീറ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ മീറ്ററിൽ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ലഭിക്കുന്നുണ്ട്. 10x10 നാവിഗേഷൻ റൈറ്റ് സൈഡ് എൻഡിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഫോണായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് മതി. അത് കണക്ട് ചെയ്താൽ നമ്മുടെ കോള്, SMS, മൊബൈലിൻ്റെ റേഞ്ച്, ബാറ്ററിയുടെ ചാർജ്, സകല പരിപാടിയിൽ കാണിക്കും. പിന്നെ അഡീഷണൽ നമ്മുടെ കൺവീനിയൻസിനായിട്ട് ഒരു USB ചാർജിങ്ങിനുള്ള പോർട്ട് കൂടി ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഫുൾ ഡിജിറ്റൽ ആയതുകൊണ്ട് ഇതാണ് ഈ റൈറ്റ് സൈഡിലാണ് ആ ഫോൺ ഒരു റൗണ്ട് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടോ, അതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കുക. പിന്നെ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് FMT നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇത് NS 200 ആണ്. ഇതിൻ്റെ വണ്ടിയുടെ സ്റ്റാൻഡ് ബൈ ആണ്. ഇഗ്നിഷൻ ജസ്റ്റ് ഒന്ന് ഓണാണ്, വണ്ടി സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിലാണ്. രണ്ട് വണ്ടി ഞാനിപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിലിട്ടേക്കാണ്. ഇത് NS 160 ആണല്ലോ. കീ ഒന്ന് ഓണായിക്കോട്ടെ. ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈ ആണ്, ഈ വണ്ടി സ്റ്റാൻഡ് ബൈ ആണ്. അപ്പോൾ NS 200 സ്റ്റാൻഡ് ബൈ മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് DRLs കത്തി കിടക്കും. ഈ വണ്ടിക്ക് മാത്രം 160 വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ DRL പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഒരു അപ്പിയറൻസ് നമ്മുടെ ലുക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞാണ്. പിന്നെ ഇത് 160 ആണ്. 160ക്കും സ്വിച്ചസ് ഒക്കെ ഡിറ്റോ സെയിം ടു സെയിം ആണ്. ഡിജിറ്റൽ മീറ്റർ സെയിം ടു സെയിം ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. USB ചാർജിങ്ങിനുള്ള പോർട്ട് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് ഡിജിറ്റൽ മീറ്റർ നമുക്ക് ഓൾറെഡി ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻറ്റ് FMT, അതുകൂടാതെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓവർ ദി കണക്ടിവിറ്റി, അതായത് SMS, കോള്, മൊബൈലിൻ്റെ ബാറ്ററി ചാർജ്, റേഞ്ച് എല്ലാം തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ കീ കൂടെ ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചു തന്നില്ല. രണ്ടിൻ്റെ കീ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. NS 200 വന്നിരുന്ന സെയിം ടു സെയിം കീ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് കൂടെ നോക്കാം. പെട്രോൾ ടാങ്ക് ഷേപ്പ് സെയിമാണ്, പക്ഷേ ഗ്രാഫിക്സ് പെയിൻറ്റിങ് എല്ലാം മാറിയിട്ടുണ്ട്. ഒരു എന്താ പറയുക മാറ്റ് ക്രോമിലുള്ളൊരു പൾസറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് 200ൻ്റെ ബാഡ്ജിങ്, ഒരു ബോഡി ഗ്രാഫിക്സ് നല്ല ഭംഗിയുള്ള വരുന്നുണ്ട്. 12 ലിറ്ററാണ് വണ്ടിയുടെ
ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 2 ലിറ്റർ റിസർവ് പോകുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് സെയിം ആണ്. സീറ്റിൻ്റെ കുഷനിങ്ങും പാഡിങ് എല്ലാം മാറി. നല്ല കംഫർട്ടബിൾ ആണ് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട്. അടിപൊളി കുഷനിങ് ആണ് ഇപ്രാവശ്യം കിട്ടുന്നത്. NS200 ബാഡ്ജിങ് സീറ്റ് കവിളിൽ ലഭിക്കുന്നുണ്ട്. 160 പെട്രോൾ ടാങ്ക് സെയിം ടു സെയിം ആണ്. ഡാർക്ക് ക്രോമിൽ വരുന്നൊരു പൾസർ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ 160 ഗ്രാഫിക്സ് വരും. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്റർ തന്നെയാണ്. 2 ലിറ്റർ നമുക്ക് സ്റ്റോറേജ് പോകും. രണ്ട് വണ്ടിയിലും E20 ഫ്യൂൽ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതുപോലെ എയർവെൻ്റ് എല്ലാം രണ്ട് വണ്ടിയിലും വരുന്നുണ്ട് കേട്ടോ. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ് സെയിം തന്നെയാണ്. സീറ്റ് രണ്ട് വണ്ടിയുടെയും ഹൈലി കുഷനബിൾ ആയിട്ടുള്ള പാഡിങ് മാറിയിട്ടുള്ള കംഫർട്ടബിൾ സീറ്റ് തന്നെയാണ്. അത് പിനിയൻ പാസഞ്ചറിനും അടിപൊളിയായിട്ടത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. NS160 ബാഡ്ജിങ്ങും സീറ്റ് കവിളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എൻജിൻ 160cc ആവും. ഞാൻ അതിൻ്റെ കഥ നിങ്ങൾക്ക് പറയുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും ഈ വണ്ടിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത് പറയുമ്പോൾ ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്ക് വരുന്നത്. 160 5 സ്പീഡ് വരുമ്പോൾ 200 നമുക്ക് 6 സ്പീഡ് കിട്ടും. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു വെച്ചാൽ ഈ വാഹനത്തിന് ഇൻബിൽറ്റ് സാരി ഗാർഡ് വരുന്നുണ്ട്. പക്ഷേ ഈ വാഹനം നമുക്ക് അഡീഷണലായിട്ട് സാരി ഗാർഡിൻ്റെ ഫുഡ് റെസ്റ്റ് കൂടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പീസ് മറ്റേ വണ്ടിയിലില്ല. ഈ ഫുഡ് റെസ്റ്റ് പീസ് ഇതിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഓപ്പൺ ചെയിൻ കവർ വരുന്നുണ്ട്. സ്ക്വയർ സ്വിംഗാം ഒരു 6 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർ നൈട്രോക്സ് ഗ്യാസ് ഫില്ലായിട്ടുള്ള സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. സെയിം ടു സെയിം ആണ് കേട്ടോ രണ്ട് വണ്ടിക്കും. ടയർ ഹഗ്ഗർ ഡ്യുവൽ പീസ് ടയർ ഹഗ്ഗർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി NS200 വരുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓവറോൾ ചേഞ്ച് ആവുന്നുണ്ട്. ഇത് 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വണ്ടിയുടെ ട്രാൻസ്മിഷൻ. ഗിയർ പൊസിഷൻസ് ഗിയർ കാര്യങ്ങളെല്ലാം വരുന്നത്. സ്ലിപ്പർ ക്ലച്ച് പിന്നെ എന്താ പറയുക ഡൗൺ ഷിഫ്റ്റർ പരിപാടികളൊന്നും രണ്ട് വണ്ടിക്കും ഇതുവരെ വന്നിട്ടില്ല. രണ്ട് വണ്ടിയും എയർ കൂൾഡ് എഞ്ചിനാണ്. അതുകൂടാതെ ലിക്വിഡ് കൂൾഡ് സപ്പോർട്ട് കൂടിയാണ്. ലിക്വിഡ് കൂൾഡാണ് ആദ്യം പറയേണ്ടത്, കാരണം എത്ര ഹീറ്റായാലും പെട്ടെന്ന് തണുപ്പിക്കാനായിട്ട് കൂളൻ്റ് വഴി പ്രവർത്തിച്ച് വണ്ടിനെ കൂളായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ലുക്ക് വരുന്നത്. കണ്ടോ, ഈ വാഹനത്തിന് ആ ഫുഡ് റെസ്റ്റിൻ്റെ പരിപാടി ഈ വാഹനത്തിലില്ല. കാരണം കുറച്ചുകൂടി സ്പോർട്ടി ഫീൽ കിട്ടാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഫുഡ് റെസ്റ്റ് വരുന്നില്ല കേട്ടോ ബാക്ക് സൈഡിൽ. സാരി ഗാർഡിനാണ് പറയുന്നത്. പാസഞ്ചറിനുള്ള ഫുഡ് റെസ്റ്റ് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടയർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വാഹനത്തിൽ റിയർ ടയർ വരുന്നത് സെയിം ടു സെയിം ടയർ തന്നെയാണ് രണ്ട് വണ്ടിയിലും വരുന്നത്. ടയർ ഹഗ്ഗർ കാര്യങ്ങളൊക്കെ സെയിമാണ്. ടെയിൽ ലൈറ്റ് പിന്നെ ബാക്ക് ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ക്ലാമ്പിങ്, പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പിങ്, അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് എല്ലാം സെയിം ടു സെയിം ആണ്. പക്ഷേ പഴയ മോഡലിനേക്കാൾ 2023-22 ഹെവി ക്വാളിറ്റി ആയിട്ടാണ്, നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി കിട്ടുന്നതായിട്ടുള്ള ഐറ്റംസാണ് ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നത്. കാരണം ഇത് എൻ്റെലി ന്യൂ ആണ്, പഴയ സാധനമല്ല, പുതിയ മോഡൽ അവർ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് കാണുമ്പോഴും ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നോക്കുമ്പോഴും അതെല്ലാം മനസ്സിലാവും ശരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്ക് ടയർ എന്ന് പറയുമ്പോൾ ഒരു ഹെവി ടയർ, നല്ല 130 നല്ല വീതിയുള്ള ടയറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ ഈ 160 അഡീഷണലായിട്ട് നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു പാഡിങ് വരുന്നത്, റബ്ബറിൻ്റെ പാഡിങ് വരുന്നുണ്ട്. കിക്ക് ലഭിക്കുന്നുണ്ട്. കിക്കർ ഓൾറെഡി 160 മോഡലിൽ ലഭിക്കുന്നുണ്ട്. അത് കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും ലഭിക്കുന്നുണ്ട്. ബോഡി ഫ്രെയിമിങ് സെയിം ആണ്, പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് വണ്ടിനെ ഹെൽപ്പ് ചെയ്ത് നല്ല കംഫർട്ടബിൾ യാത്ര ചെയ്യും. പിന്നെ ക്വിക്കായിട്ടുള്ള ബ്രേക്കിംഗ്, അതുപോലെ തന്നെ കോർണറിങ്, വണ്ടി പെട്ടെന്നുള്ള തിരിച്ച് എടുക്കൽ കാര്യങ്ങൾക്കൊക്കെ ഈ പെരിമീറ്റർ ഫ്രെയിം വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക്. ഇനി നമുക്ക് ബാക്ക് സൈഡ് 2012 തൊട്ട് NS200 എന്നുള്ള മോഡൽ UG1 മോഡൽ നമുക്ക് റോഡിൽ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക, ഈ ഒരു പവർഫുൾ എഞ്ചിൻ, ഈ ഒരു ഫ്രെയിം വർക്ക്, ഈ ഒരു ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇതിനെ ഇത്ര ഇഷ്ടപ്പെടുന്നത്. ഇത് 200 ബ്രേക്ക് പെഡൽ, സ്പോർട്ടി ബ്രേക്ക് പെഡലാണ്. തന്നെ കിക്ക് നമുക്ക് ഇതിൽ ലഭിക്കുന്നില്ല. നോ കിക്കർ, ഓൺലി സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് കൂളൻറ്റിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ്. പിന്നെ ബാക്കി പറഞ്ഞു തരാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷൻ സെയിം തന്നെയാണ് കേട്ടോ രണ്ട് വണ്ടിയുടെ. റിയർ സസ്പെൻഷനും ഫ്രണ്ട് സസ്പെൻഷനും സെയിം തന്നെയാണ്. ചെയിൻ സ്പ്രോക്കറ്റ് വ്യത്യാസമുണ്ട്. 200 ചെയിൻ സ്പ്രോക്കറ്റ് ഈ ടൈപ്പാണ്. നമുക്ക് എക്സ്റ്റെൻഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 200 ചെയിൻ സ്പ്രോക്കറ്റ് ഈ ടൈപ്പാണ് നല്ലത്. നമുക്ക് നേരെ 160 വരുമ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് വ്യത്യാസമുണ്ട്. കണ്ടത് നോർമലി പൾസറിലൊക്കെ വരുന്ന പോലത്തെ 150 125 വരുന്ന പോലത്തെ ചെയിൻ സ്പോക്കറ്റാണ് ഈ മോഡലിലും വന്നേക്കുന്നത്. ചെയിൻ കവർ സ്വിംഗ് ആം രണ്ട് മോഡലിലും ഡിറ്റോ സെയിം ടു സെയിം ആണ് കേട്ടോ. വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ എടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓൺ റോഡ് NS200 ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത്. 160 വരുമ്പോൾ
1.82 1.85 റേഞ്ചാണ് ഓണോട് വരുന്നത്. എക്സാക്റ്റ് പ്രൈസ് ഇട്ടാൽ ഞാൻ JKB ബജാജിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോൻ്റെ എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൈലേജിനും ഞാൻ പറഞ്ഞില്ലേ, മൈലേജ് NSനാണ് നമുക്കൊരു 40-45 പോവുക. 160 ആണെങ്കിൽ ഒരു 50 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഒരു 15,000 ഡിഫറൻസിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ എൻ്റെ ഒരു മനസ്സിലൊരു ഇത് വെച്ചിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ NS 200 എടുക്കുകയുള്ളൂ. കാരണം പയറ്റി തെളിഞ്ഞ വണ്ടിയാണ്. 12 അല്ല, ഏകദേശം 13 വർഷത്തോളം റോഡിലുള്ള വണ്ടിയാണ്. നല്ല റീസെയിലുണ്ട്, നല്ല സർവീസാണ്. അപ്പോൾ NS 200 എടുക്കാനാണ് ഞാൻ നിങ്ങളെല്ലാവരും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ